കോഴിക്കോട് പന്തീരാങ്കാവിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പ്. നാട്ടുകാർക്കും സ്കൂൾ ബസ്സുകൾക്കും ഇളവ് നൽകാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. കളക്ടർക്ക് ഇൻജസ്റ്റിസ് ആണെന്ന് ബോധ്യപ്പെട്ട ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ കുറെ കൂടി അനുകൂലമായ തീരുമാനമുണ്ടാക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അനീതിയാണെന്ന് കളക്ടർക്ക് ബോധ്യപ്പെട്ടു. റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന ആനുകൂല്യങ്ങൾ നാട്ടുകാർക്ക്, സ്കൂൾ ബസ്സിന്, മിനി ബസ്സുകൾക്ക്, കോളേജ് ബസ്സുകൾക്ക് കൊടുക്കാനുള്ള നടപടികൾക്ക് അദ്ദേഹം വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, എന്തായാലും ഈ പന്തീരാങ്കാവിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഈ പ്രശ്നം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കാനാകുമോ? പ്രവിത, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെ തുടർന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് കളക്ടർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതിഷേധം അവർ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ MK രാഘവൻ MP-യും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും നേതൃത്വത്തിൽ കളക്ടറുമായി ചർച്ച നടന്നു. ആ ചർച്ചയിലാണ് ഇപ്പോൾ ഏകദേശ ധാരണ, അതായത് കോൺഗ്രസ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഏകദേശ ധാരണയായിട്ടുള്ളത്. പ്രദേശവാസികളുടെ ടോളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് 340 രൂപ പ്രതിമാസ പാസ് നൽകിക്കൊണ്ടുള്ള യാത്രയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിന് അല്പം കൂടി ഇളവ് വരുത്തണം. അതായത് ഇതിന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നിരന്തരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ അല്പം കൂടി ഇളവുണ്ടാകണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. മറ്റൊന്ന് ഈ സർവീസ് റോഡുകളുടെ കാര്യമാണ്. സർവീസ് റോഡുകളുടെ വലിപ്പക്കുറവ് വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊരു റീസർവേയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ബസ്സുകൾ, കോളേജ് ബസ്സുകൾ, അങ്ങനെയുള്ള വാനുകൾ, മിനി ബസ്സുകൾ, ഇതിനൊക്കെ ഒരു ഇളവ് നൽകുന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് എന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ച കാത്തിരിക്കാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒരാഴ്ച തങ്ങൾ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കും. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ MK രാഘവൻ MP തന്നെ നയിക്കുന്ന പ്രതിഷേധ പരിപാടികൾ പന്തീരങ്കാവ് ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. പ്രവിത, ശരി, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിലാണ് കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ ഏകദേശ ധാരണയായിരിക്കുകയാണ്. പന്തീരങ്കാവിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒരാഴ്ചയ്ക്കകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.